മകളൊരു മോശ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. അതെ അതെ, അവരെ ക്രൂരമായിട്ട് മറിച്ചായിരുന്നു സാറിന്. എൻ്റെ മോളെ അവർ 3 പേരും കൂടി, അവളെ ഭർത്താവെന്ന് പറയുന്നവനും ഉമ്മായും അവളുടെ സഹോദരിയും കൂടി 3 പേരും അതിക്രൂരമായിട്ട് മറിച്ച് കുട്ടിയെ പല പ്രാവശ്യങ്ങളായി. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഇവളെ നോക്കാനായിട്ട് ചെന്നപ്പോൾ ഇവൾ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. അവിടെ ആരുമില്ല. ഞാനാണ് പിന്നെ അവിടെ നിന്ന് അപ്പോഴേ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞ് നേരെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ. മെഡിക്കലിൽ കൊണ്ടുവന്നാണ് സ്കാൻ ചെയ്തതിന് ശേഷം MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അസുഖമുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുള്ളൂ. മകന്റെ മരണത്തിൽ കൂടി നിങ്ങൾ സംശയം ഉന്നയിക്കുന്നുണ്ടോ? നമ്മൾ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നീന്താനൊക്കെ അറിയാവുന്നതാണ്. അതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വണ്ടി കയറ്റി ഇറക്കിക്കൊല്ലും, എൻ്റെ മോനെ വണ്ടി കയറ്റി ഇറക്കിക്കൊല്ലും. പിന്നെ സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ മോനെ വിരട്ടി അവന്മാരൊരു 7 പേര് കൂടി ചെന്നു. പിന്നെ എൻ്റെ ഭാര്യയെ വണ്ടി കയറ്റി ഇറക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഇവിടെ വെച്ച് അടിച്ചു, ഈ ഹോസ്പിറ്റലിൽ വെച്ച്. ഞാനവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള സെക്യൂരിറ്റി എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചാണ് അവനെ പോലീസിൽ കൊടുത്തത്. ആ കേസ് ഇവിടെ ഭാസ്കർ എന്ന് പറയുന്നത്. മകനുമായിട്ട് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അവൻ കൊച്ചാണ്. എൻ്റെ മോൻ 15 വയസ്സേ ആവുന്നുള്ളൂ. ഈ അസ്കർ ആമിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ഒരു കാര്യമില്ല. അവന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വസ്തു അവനെ കൊണ്ട് എഴുതി മേടിപ്പിക്കണം. നമ്മൾ വെളിയിൽ പോകണം. വസ്തു എന്ന് പറഞ്ഞാൽ 10 സെന്റ് ആ വീടും അത് ഇവന് വേണം. ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ പ്രത്യേക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കുക, ഇവർ 3 പേരും കൂടെ ചെന്ന് എന്നിട്ട് ഓരോ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പൈസ തട്ടുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ.